ആ പ്രിയമുള്ളവരെ, ഞാൻ വരാൻ കാരണം ഒരു കാര്യമുണ്ട്. ഈ അടുത്ത കാലത്ത് എൻ്റെ അമ്മ മരിക്കാൻ കാരണമായി. അന്നേരത്തേക്ക് ഒരാൾ വന്നേച്ച് പറയുകയാണ് എൻ്റെ അമ്മ മരിച്ചു എന്ന്. ഈ ഞങ്ങളുടെ കരയോഗം അഥവാ ധീവരസഭ വെൺപാല തിരുവല്ല കരയോഗം എന്തു ഊളയും വെച്ചോണ്ടാണ് ഈ ഇരുന്നത്. നിങ്ങളാണ് അതിൻ്റെ നടത്തിപ്പ്. ആ മരിച്ച വ്യക്തിയുടെ നടത്തിപ്പ് ആ ബന്ധപ്പെട്ട വ്യക്തികളെ അറിയിക്കുമ്പോൾ ആ ബന്ധപ്പെട്ട വ്യക്തികൾ ആ കരയോഗത്തെ അറിയിക്കണം. ഈ കരയോഗത്തെ അറിയാം. ഇപ്പം ഞാറുടെ കൂടെ ആയാലും ആ ബന്ധപ്പെട്ട കരയോഗത്തിൽ വ്യക്തികളെ അറിയിക്കണം. അവരൊരു കരയോഗ അംഗമായിരുന്നു. എൻ്റെ അമ്മയും ഞാനും എൻ്റെ ഭാര്യയും മോനും ഈ കരയോഗത്തിൻ്റെ അംഗമാണ്. ഈ ബന്ധപ്പെട്ട കരയോഗത്തെ സെക്രട്ടറിയോ പ്രസിഡൻറ്റിനെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവരതിന് വേണ്ടതായ ആ കരയോഗം ധീവരസഭ കരയോഗം അതിന് വേണ്ടതായ സംഭാവനകൾ തരും. അവരാണ് അതിൻ്റെ നടത്തിപ്പും മറ്റ് എല്ലാ കാര്യങ്ങളും. ഇത് വണ്ട വഴിപോക്കനും ആ പ്രദേശത്തെ ആരാണ്ടൊക്കെയോ വന്ന് ഏതവനൊക്കെയാണെന്ന് എനിക്കറിയില്ല. ആരാണ്ടൊക്കെ വന്നു വെച്ചു. ഞാനതുകൊണ്ട് ഞാൻ പോയില്ല. കാരണം എന്നെ വ്യക്തമായിട്ട് എന്നെ അറിയിക്കേണ്ടത് വരെ അറിയിച്ചില്ല. അതുമല്ല, ഞങ്ങളെ എറണാകുളം കരയോഗത്തിൽ നിന്ന് ഞാൻ പൈസ അടച്ചിട്ടുള്ളത്, ഈ കരയോഗത്തിനും പൈസ അടച്ചിട്ടുള്ളത്, രജിസ്ട്രേഷനും പ്രത്യേക ഇതുള്ള ഞങ്ങൾ ഉള്ളതാണ്. ആ കരയോഗത്തിൽ നിന്ന് ഫണ്ടുകൾ കിട്ടേണ്ടതുണ്ട്. അതൊന്നും വാങ്ങാതെ എന്തോ തോന്നിയ പോലെ അവൻ്റെ പള്ളിയിലെയോ വേറൊരുത്തനെ അതിൻ്റേതായ അവനെ വേറെ ഏതോ സംവരണ കാസ്റ്റിൻ്റെ ഇത് വെച്ച് അവൻ്റെതായ തോന്നിയ വാസങ്ങളും കാണിച്ചേച്ച് ഞങ്ങളോട് പറയാ ഞങ്ങൾ ചെന്ന് അവൻ്റെ കഞ്ഞി കുടിക്കണമെന്ന്. പിന്നെ അവൻ്റെ പട്ടിയല്ലേ ഞങ്ങൾ കഞ്ഞി കുടിക്കാൻ അവിടെ ചെല്ല, അതും പച്ചരിക്കഞ്ഞി. ഞങ്ങൾ അതുമല്ല, പിന്നെ എന്നാ ബിരിയാണി. ഞങ്ങൾ ഇതൊന്നുമല്ല ഞങ്ങളുടേതായ ഒരു ഇത് കേട്ടോ. ഇനിയെങ്കിലും ഇത്തരം മണ്ടത്തരം കൊണ്ട് ഞങ്ങളുടെ അടുത്ത് വരരുത്. നിങ്ങൾ കരയോഗമൊന്നുമില്ല. നിങ്ങൾ മാറി നിൽക്കുക. നിങ്ങളെ ആവശ്യമില്ലാത്തതിനും വരരുത്. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കരയോഗം. നിങ്ങളിപ്പോൾ ഒരു പള്ളിയിലാണേലും ഓർത്തഡോക്സ് ആണേലും കത്തോലിക്ക ആണേലും ആ പള്ളിയിൽ അറിയിക്കും. മരിച്ച ഉടനെ ആ പള്ളിയിൽ അറിയിക്കും. ആ പള്ളിയിൽ അവരും മണിയടിക്കും, ആളുകളെ വിളിച്ചു വരുത്തും. എന്നിട്ട് പറയും എല്ലാവരോടും ഇന്നയാൾ മരിച്ചു എന്നുള്ളത് റിപ്പോർട്ട് ചെയ്യും. ഇത് കരയോഗമാണ്. കരയോഗം സെക്രട്ടറി വിവിധ നമ്പറുകൾ അവിടെ എല്ലാവരുടെയും നമ്പർ എഴുതിയിട്ടുണ്ട്. ആ നമ്പറുകളിലുള്ള അംഗങ്ങളെ എല്ലാവരെയും വിളിച്ച്, അതുപോലെ തന്നെ ഇപ്പം ദൂരെയാണെങ്കിൽ ഒരു 4 അംഗം ഒരു കാറയിൽ ഇങ്ങി വരും. അവർ അതിൻ്റെ നടത്തിപ്പും ബാക്കിയുള്ളതെല്ലാം കുടുംബമാണ്. ആ കരയോഗത്തിലെ അംഗങ്ങൾ ആ കാറ് വരുന്നതിനുള്ള പൈസയും അവർ കൊടുക്കും. അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അവർ വന്ന് നിന്നതിൻ്റെ ഉള്ള പൈസയും കൊടുത്തു കഴിഞ്ഞാൽ കാര്യങ്ങൾ. ഇത് മുൻകാലങ്ങളിൽ ഇതുപോലെ ഇങ്ങനെ കുറേ തള്ളലുകളുമായിട്ട് കുറേ ആൾക്കാർ ചിലരുടെ വാശിയെ ഈ മരിച്ച ആളുകളെ ഏറ്റവും കൊഞ്ഞനം കുത്തിക്കണമെന്നുള്ള വാശി, ഇതൊക്കെ നല്ലതല്ല. അതാരായാലും ഞാൻ അതുകൊണ്ട് ആ ദേശത്ത് താമസിക്കുകയല്ലെന്ന് കണ്ടതും. ആവശ്യമില്ലാത്ത കുറേ കൊഞ്ഞന വെച്ചു കോന്തമ്പല്ലും ചാടിച്ച് നടക്കുന്ന അലവലാതിയുടെ കൂടെ ഒക്കെ ഒന്നും ജീവിക്കേണ്ട കാര്യമില്ലെന്ന് കണ്ടിട്ട് ഞാൻ അവിടെ ആ ദേശം വിട്ടു. ആവശ്യമില്ലാത്ത രാഷ്ട്രീയവും മതവും വർഗവും ജാതിയും ഇതൊക്കെ എനിക്ക് ആവശ്യമില്ല. ഞാൻ എൻ്റേതായ ഒരു ഇതുണ്ട്. എനിക്കൊരു അസുഖമുള്ളത് ഞാൻ അന്നേ എൻ്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞു, നമ്മുടേതായ ആൾക്കാരുള്ളവരടുത്ത് കിടക്കുക. അന്നേരത്തേക്ക് എൻ്റേതായ ഒരു ഇതുണ്ടാവും. ഇത് തെറ്റായ പരിപാടിയായി. ഇനിയും ഞങ്ങളെ അങ്ങോട്ട് വലിക്കാനായിട്ട് കുറേ ആൾക്കാർ ഇവിടെ വന്നു. ഞങ്ങളുടെ ബന്ധുക്കളല്ല, ഞങ്ങളുടെ കരയോഗം പറഞ്ഞ് ഞങ്ങളുടേതായ മെമ്പേഴ്സുണ്ട്. അത് ഞങ്ങൾക്കറിയാം എത്ര പേരുണ്ട്. ആവശ്യമില്ലാത്തവനെ കൊണ്ടുവന്ന് ഞങ്ങളെ അനാവശ്യം പറയിപ്പിക്കാൻ ഇടവരുത്തരുത് കേട്ടോ. അല്ലാത്തവനും എല്ലാം കൂടെ വന്ന് ഏതോ ഈ എവിടെങ്ങാണ്ടൊക്കെ കിടന്നവനെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നേച്ച് ഞങ്ങളുടെ ബന്ധുവാണെന്നും പറഞ്ഞു വെച്ച് ആവശ്യമില്ലാത്ത പറയിപ്പിക്കരുത്. ഞങ്ങളുടെ ധീവരസഭയ്ക്ക് എല്ലാത്തിൻ്റെ ലിസ്റ്റുണ്ട്. അത് ഓരോ
കരയോഗത്തിന് ലിസ്റ്റുണ്ട് അതിൻ്റെതായ രീതി. അത് ഞാനിപ്പോൾ കരയോഗം സെക്രട്ടറിയെ വിളിച്ച് ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ട്. കരയോഗം സെക്രട്ടറി അത് വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആവശ്യമില്ലാത്ത പരിപാടിയും കൊണ്ട് വന്നേക്കും.